Hello, Habibi. So, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട് സുഖമായിരിക്കണോ പ്രതീക്ഷിക്കണു. എബ്രഹാം മോസ്ലർ എന്താ പേര് അല്ലേ? അതിൻ്റെ ഒരു താളത്തിലൊക്കെ വിളിക്കണം. എബ്രഹാം മോസ്ലർ. വാവ്, ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. സ്റ്റാറിങ് ജയറാമേട്ടൻ, ഡയറക്റ്റഡ് ബൈ മിഥുൻ മാനുവൽ തോമസ്, പിന്നെ ക്യാമിയോ ആയിട്ട് നമ്മുടെ മമ്മൂക്കയും. എന്തായാലും നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവാവട്ടെ ഇതിലൂടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. പടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. നമുക്ക് ഏതായാലും ട്രെയിലർ ഒരുമിച്ച് തോളത്ത് കൈയിട്ടിരുന്ന് കാണാം. Come on everybody. From the director of അഞ്ചാം പാതിര. ഏയ്, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവുന്നേ, എന്തായാലും ചുമ്മാതാവില്ല അല്ലേ? സാറ് വാങ്ങി തന്ന ഈ ഫുഡ് കഴിക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ സാർ മാസം കൊണ്ടുതന്നെ ഹോട്ടൽ ഫുഡ് മാത്രമേ ഉള്ളൂ എനിക്ക് പുറലോകമായുള്ള ബന്ധം. ഒരു ജാതി മൂഡ് മ്യൂസിക്. ഞാനും താനുമെല്ലാം ഒരേ തൂവൽ പക്ഷികളാണോ. We are dead men walking, broken, cursed, forgotten. തന്റെ ഭൂതകാലവുമായി താൻ പൊരുത്തപ്പെട്ടാൽ മാത്രമേ തന്റെ ഈ ഉറക്കമില്ലായ്മയിൽ നിന്നും തനിക്കൊരു മോചനമുള്ളൂ. തന്റെ ഇൻസോംനിയ ക്രോണിക് ആയിട്ടുണ്ട്. ഇപ്പോൾ താൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ വരെ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വൻതോതിൽ രക്തസ്രാവം വന്നുള്ള മരണം. It's a number 11 scalpel, both pointing and piercing. ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറിയത് ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. Kind of strange, അല്ലേ? Who is he? Anything can happen to anyone, anytime, അല്ലേ? ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മളിനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? അയാളുടെ കണ്ണുകളിലുണ്ടല്ല. I think you deserve to know. ദൈവവും പരദീസയുമല്ല എന്നേ കൈവിട്ടവരാണ് നമ്മൾ. നരകങ്ങളുടെ ആഴക്കയങ്ങൾക്ക് പോലും വേണ്ട. നമ്മുടെ ശാപമോക്ഷത്തിനായി ഒടുക്കം ചെകുത്താൻ തന്നെ നേരിട്ട് ഇറങ്ങിയാലോ. അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അത് മമ്മൂക്കയുടെ ശബ്ദം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജനുവരി 11 ഏതായാലും ഇറങ്ങട്ടെ. അധികമായിട്ട് ഞാനൊന്നും പറഞ്ഞ് അലമ്പാക്കണില്ല. നല്ലൊരു സിനിമ ആവട്ടെ. എനിക്കെന്തായാലും ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ട്രെയിലറിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ചൊരു പിടുത്തമൊന്നും തന്നിട്ടില്ല, എന്താ എങ്ങനെയാ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും. എല്ലാം സസ്പെൻസായിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് നല്ലത്. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാം. എക്സൈറ്റഡ് ആണ്. ഏതായാലും നമ്മൾ ഈ ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത്, എൻ്റെ കാര്യമാണ് പറയണം, ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് ഓൾഡ് മലയാളം കോമഡി സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു നോക്കിയിട്ട് വീഡിയോ കാണുന്ന പരിപാടിയുണ്ട്. അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ ജയറാമേട്ടൻ, സിദ്ദിഖിക്ക, ഇവരുടെയൊക്കെ സലീം കുമാർ, ഇവരുടെയൊക്കെ പഴയ സിനിമകൾ, അല്ലെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ്റെയും ഹരീഷ് അശോകൻ ചേട്ടൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണും. പഴയ സിനിമകളൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ ഇവരെയൊക്കെ കണ്ടിട്ടാണല്ലോ വളരണത്. അപ്പോൾ കുറേ ആയിട്ട് ജയറാമേട്ടനാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ വലിയ രീതിയിൽ ആക്റ്റീവ് അല്ല. മാത്രമല്ല, പുള്ളി ചെയ്യുന്ന സിനിമകളാണെന്നുണ്ടെങ്കിലും ഫെയിലിയർ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി അങ്ങനെ ഫെയിലിയറായിട്ട് പോകേണ്ട ഒരു നടനൊന്നുമല്ല. നല്ലൊരു നടനാണ് ആക്ച്വലി. പുള്ളിക്ക് നല്ലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു സ്ക്രിപ്റ്റും പരിപാടികളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. കുറേ നാളുകളായിട്ട് ഓരോ ജയറാമിൻ സിനിമകൾ ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഇത് തിരിച്ചു വരവായിരിക്കും എന്ന് നമ്മൾ പറയുന്നതല്ലാതെ, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു തിരിച്ചുവരവ് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ വളരെ സിൻസിയറായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ. അതും മിഥുൻ മാനുവലിനോടാണ് താങ്ക്സ് പറയേണ്ടത്. കാരണം പുള്ളി നല്ലൊരു സംവിധായകനാണ്, നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പം പുള്ളിയുടെ സിനിമകളുടെ റേഞ്ച് നമുക്കറിയാം. അഞ്ചാം പാതിര ആയിക്കോട്ടെ. അപ്പോൾ
പുള്ളി ജയറാമേട്ടനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇതുവരെ ജയറാമേട്ടൻ ചെയ്യാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രം പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മിഥുൻ മാനുവൽ ശ്രമിക്കുന്നു എന്ന് പറയുന്നതിന് തന്നെയാണ് ഫസ്റ്റ് കയ്യടി ആക്ച്വലി കൊടുക്കേണ്ടത്. അപ്പം ഇതിലൂടെ ജയറാമേട്ടൻ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മിഥുൻ മാനുവലിന് തന്നെയാണ് ആക്ച്വലി കൊടുക്കേണ്ടത്. ബിക്കോസ് വേറെ ഡയറക്ടേഴ്സൊന്നും എനിക്കറിയില്ല. ഡയറക്ടേഴ്സ് ജയറാമേട്ടൻ്റെ പുറകിൽ സ്ക്രിപ്റ്റുമായിട്ട് പോയിട്ട് പുള്ളി തിരഞ്ഞെടുക്കാത്തതാണോ അതോ ജയറാമേട്ടനെ തേടിയിട്ട് നല്ല നല്ല സ്ക്രിപ്റ്റുകൾ പോവാത്തതാണോ ഐ ഡോണ്ട് നോ. അതൊക്കെ വേറെ വിഷയം. എനിവേസ് എങ്ങനെയാണെങ്കിലും ജയറാമേട്ടൻ നല്ല നല്ല സ്ക്രിപ്റ്റുകൾ മലയാളത്തിൽ തിരഞ്ഞെടുത്തിട്ട് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനൊക്കെ അനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ടൊക്കെ ഒന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാൻ പറയുന്നത് ഇപ്പോൾ എബ്രാം ഓസ്ലറിൻ്റെ കാര്യം മാത്രമൊന്നുമല്ല. ഇനിയിപ്പോൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത് ഹിറ്റാവും ഫ്ലോപ്പ് ആവുമോ എന്നുള്ളത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇതിപ്പോൾ ഹിറ്റായാലും ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും ഈ സിനിമയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിലും മലയാളത്തിൽ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ വേണ്ടി ശ്രമിക്കുക, അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്ക്രിപ്റ്റുകൾ കാര്യമായിട്ടൊന്ന് നല്ല രീതിയിൽ സ്ക്രിപ്റ്റിലൊന്ന് വർക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് വായിച്ച് റീവർക്ക് ചെയ്തിട്ട് ഒന്ന് സെലക്ഷൻ പ്രോസസ്സ് നടത്തുകയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ജയറാമേട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോസ്റ്റുകളും പരിപാടികളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ താഴെ ചില കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. ഫീൽഡ് ഔട്ടായ നടൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഒരു തമാശ പോലെയൊക്കെ പുള്ളിനെ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ സീരിയസ്ലി ആയി, എന്തിനാ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം. യെസ് ഓഫ് കോഴ്സ് പുള്ളി ഫീൽഡ് ഔട്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ അതിൽ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് പുള്ളി എന്ന് പറയുന്നൊരു നടൻ ഒരിക്കലും മോശമായിട്ടുള്ളൊരു നടനൊന്നുമല്ല. മുമ്പ് ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുള്ളൊരു ആൾ തന്നെയാണ്. അപ്പോൾ സിനിമകൾ മോശമാവുന്നു, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നടൻ മോശമായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് മോശമാവുന്ന സിനിമകളല്ലല്ലോ. അപ്പം നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു നടനും മടങ്ങി വരവും അല്ലെങ്കിൽ നിലനിൽപ്പും ഒക്കെ സാധ്യമാണ്. അപ്പോൾ ജയറാമേട്ടനും ഈ ഒരു സിനിമയിലൂടെ അത് സാധ്യമാവട്ടെ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. അത് മിഥുൻ മാനുവൽ തോമസിലൂടെ ആവുന്ന സമയത്ത് കൂടുതൽ മധുരം, അതേപോലെ തന്നെ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ളൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് പുള്ളി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിലൂടെ ഒരു മടങ്ങി വരവെന്ന് പറയുന്ന സമയത്ത് അടുത്തൊരു മധുരം. ഇതിൻ്റെ അകത്ത് പുള്ളിയുടെ ലുക്കാണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ഫിസിക്കൊക്കെ നല്ല ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. പുള്ളിയുടെ ലുക്കാണെങ്കിലൊക്കെ വളരെ നൈസായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പുള്ളിയുടെ ഷോർട്സൊക്കെ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു. സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രം പുള്ളി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ സിനിമ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാണാൻ വേണ്ടി പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തോ ഹാലൂസിനേഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്ക് ഹാലൂസിനേഷൻ ആണോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും ലെറ്റ്സ് സീ. ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ഉള്ളിൽ സാധനമുണ്ട്. സിനിമ വന്നാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ മമ്മൂക്കയുടെ റോൾ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. നെഗറ്റീവ് ഷെയ്ഡാണെന്നുള്ളൊരു സംഭവമൊക്കെ നമുക്ക് തോന്നുന്നു. എനിവേസ് വരട്ടെ ജയറാമേട്ടൻ മമ്മൂക്ക കോമ്പിനേഷൻ പരിപാടിയൊക്കെ വരട്ടെ. പിന്നെ അർജുൻ അശോകൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല കാസ്റ്റിംഗ് ആണ് ഇതിൻ്റെ അകത്ത്, നല്ല കാസ്റ്റിംഗ് ആണ്. അർജുൻ അശോകൻ നല്ലൊരു പെർഫോമൻസ് പുള്ളിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ട്രെയിലർ കണ്ടതിലൂടെ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കാം. ജഗദീഷ് ചേട്ടനുണ്ട് ഇതിൻ്റെ അകത്ത്. ജഗദീഷ് ചേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഇപ്പോൾ എല്ലാ സിനിമകളിലും ഉണ്ട്. വരുന്ന സിനിമകളിലെല്ലാം പുള്ളി നല്ല ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ട് പോകുന്നുണ്ട്. എന്തായാലും വളരെ നന്നായി. ഇനിയും ജഗദീഷ് ചേട്ടൻ സിനിമകൾ വരട്ടെ. സിദ്ദിഖേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാൻ, എനിക്ക് ഈ പുള്ളിനെ ഭയങ്കര ഇഷ്ടമാട്ടാ. ഞാനിപ്പോഴും എന്താണ് പറയുക, ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചൊരു സിനിമയ്ക്കകത്ത് പുള്ളിയുടെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. സിനിമ തിലകൻ ചേട്ടനൊക്കെ അഭിനയിച്ചൊരു സിനിമ, അതിലൊക്കെ പുള്ളിയുടെ ക്യാരക്ടർ, പണ്ടൊക്കെ പുള്ളി കൈകാര്യം ചെയ്തിട്ടുള്ള തമാശ സിനിമകളും പരിപാടികളൊക്കെ എന്ത് രസമാണ് പുള്ളി ചെയ്യുന്നത് കാണാൻ. അപാര നടനാണ് പുള്ളി. അത്രയും പൊട്ടൻഷ്യലുള്ള, കാലിബറുള്ള, അത്രയും ഇൻപുട്ട് കൊടുക്കുന്നൊരു നടനാണ് പുള്ളിക്കാരൻ. പല സിനിമ, ടു ബി ഫ്രാങ്ക്, പല സിനിമകളിലും സിദ്ദിഖ് അഭിനയിക്കുന്ന സമയത്ത് മെയിൻ റോള് ചെയ്യുന്ന ആൾക്കാർ ഇയാളുടെ അത്ര ചെയ്തോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ബിക്കോസ് പലപ്പോഴും പല സിനിമകളിലും മെയിൻ ലീഡിനെക്കാട്ടിലും നല്ല ഗംഭീര പെർഫോമൻസ് സിദ്ദിഖ് നടത്തിയിട്ടുണ്ട്. ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു അപാര നടൻ തന്നെയാണ്. പുള്ളിയാണെങ്കിലും എല്ലാ സിനിമകളിലും ആക്ച്വലി ഉണ്ട്. കൊടുക്കുന്ന ക്യാരക്ടറൊക്കെ ആണെങ്കിൽ നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സാണ്, നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കുന്നുണ്ട്. ഗംഭീരം വെർസറ്റൈലായിട്ടുള്ളൊരു ആക്ടറാണ്. നമുക്ക് അക്ഷരം തെറ്റാതെ സിദ്ദിഖിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ സിനിമയ്ക്കകത്തും പുള്ളിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നമ്മൾ ആ ഒരു കാസ്റ്റിനെയും നമ്മൾ വെറുതെ വിടാൻ വേണ്ടിയിട്ട് പാടില്ല, എല്ലാവരെയും കുറിച്ച് സംസാരിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ലെറ്റ്സ് സീ. പിന്നെ മമ്മൂക്കയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് മമ്മൂക്ക ചെയ്യണത്? ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു സിനിമ, ഞാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആട്ടോ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഓയ്യോ, അതിൻ്റെ ഒരു പോസ്റ്റർ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? എന്താ കാണിക്കാൻ വേണ്ടി പോകണം ചങ്ങാതി. അതിലും പുള്ളിക്കാരൻ വില്ലനായിട്ടല്ലേ, അർജുൻ അശോകൻ നായകൻ, മമ്മൂക്ക വില്ലനായിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എജാതി സ്ക്രിപ്റ്റ് ആയിരിക്കും ആവോ അല്ലേ, അല്ലെങ്കിൽ എജാതി പെർഫോമൻസ് ഒക്കെ ആയിരിക്കും അവനെ. അതൊക്കെ വരുന്ന സമയത്ത് കുലുങ്ങും.
ഇതിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും ലെറ്റ് സീ മാൻ. അവരൊരു പിടുത്തവും കാര്യമായിട്ട് തന്നിട്ടില്ല, എന്താ ഏതാ എങ്ങനെയാണെന്നുള്ളതൊന്നും ഈ സിനിമയെക്കുറിച്ച് ഒന്നും തന്നിട്ടില്ല. ഒരു ത്രില്ലർ ഫീലൊക്കെ തരുന്നുണ്ട്, പിന്നെ ഒരു ജാതി മൂഡ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ലെറ്റ്സ് എക്സ്പീരിയൻസ് അത് തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത്. സോ ടേക്ക് കെയർ, ബൈ.